സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഇന്ന് ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്തം, ശ്ലോകങ്ങളൊന്നും ചൊല്ലാതെ നിങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ പാകത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് വരെ മറ്റ് സ്ഥലങ്ങളിൽ നടത്താൻ സാധ്യതയില്ലാത്ത പഠിപ്പിക്കാനുള്ള ഒരു പഠന ക്ലാസ്. അത് ഈ പുസ്തകം നോക്കിക്കൊണ്ടായിരിക്കും നിങ്ങളോട് വിവരിക്കുന്നത്. അതിന് കാരണം, ഞാൻ രാവിലെ മുതൽക്ക് 9:30 മുതൽക്ക് 3:30 വരെ ഭഗവത്ഗീതയുടെ കുറേ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ 3:30 മണിക്ക് നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനകത്ത് എത്രയാണ് പറഞ്ഞത് നിലനിൽക്കാൻ സാധ്യത എന്ന് പരിശോധിച്ചാൽ 3% അല്ലെങ്കിൽ 4% കൂടുതൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞതിൽ 3-4% കൂടുതൽ തലച്ചോറിൽ നിൽക്കില്ല. മാത്രമല്ല, പറഞ്ഞതിനെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ റെഫറൻസ് പുസ്തകങ്ങളും ഇല്ല. അതുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, ഒരു പരീക്ഷണം എന്ന രീതിയിൽ എന്റെ മനസ്സിൽ ഇത് ഒരു യൂണിവേഴ്സിറ്റി പോലെ പഠന കേന്ദ്രമാകണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നവര് ഇവിടെ പഠിച്ചത് നമ്മുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും കുറേശ്ശെയെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ആണ് ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നത്. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പഠിക്കലാണ് ഇവിടെ നടക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം വന്ന് ഹിന്ദു ധർമ്മത്തിന്റെ 20 പോയിന്റുകൾ പ്രിന്റഡ് നോട്ട് കയ്യിൽ തന്ന് അതും ഞാൻ വിവരിക്കാം എന്ന് ആരാധ്യരായ മധുചേട്ടനോടും സോമൻ ചേട്ടനോടും പറയുകയുണ്ടായി. അതും പേപ്പർ കയ്യിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഭഗവത്ഗീതയെ കുറിച്ച് ഒരു ചെറിയ അതിഗംഭീരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഡോക്ടർ സാറ് തരികയുണ്ടായി. കുറേ സ്ഥലത്ത് പ്രഭാഷണത്തിന് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സമഗ്രമായ ഒരു ഇൻട്രൊഡക്ഷൻ ഡോക്ടർ തന്നതുപോലെ ഞാൻ കേട്ടിട്ടില്ല. അത്ര ഗംഭീരായിരുന്നു ആ ഇൻട്രൊഡക്ഷനും എക്സ്പ്ലനേഷനും എല്ലാം. പിന്നെ രാവിലെ ഞാൻ ഏതാണ്ട് ഒരു 8:30 മണിക്ക് വന്നു, 8:15 വന്നു. അപ്പം മുതൽക്ക് പലരും എൻ്റെ മുമ്പിൽ തൊഴുതു. ഞാനും തൊഴുതേ ഉള്ളൂ, ചിരിച്ചുമില്ല. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുമില്ല. അതിന് കാരണം ഗോപാലകൃഷ്ണന് ഈഗോയോ തലക്കനോ ഉള്ളത് കൊണ്ടല്ല. ഒരേ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നതെന്നറിയാം. എപ്പ സാറ് വന്നു? യാത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇതാണ് 2 ചോദ്യങ്ങൾ സാധാരണയുള്ളത്. അതിന് ഉത്തരം മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരായിട്ട് പറയാത്തത്. ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പുറപ്പെട്ടു. രാവിലെ നേരെ ഇവിടെ വന്നു. എനിക്ക് അസുഖമൊന്നുമില്ല, ഉണ്ടായിരുന്നതെല്ലാം പണ്ടേ പോയി. സുഖം തന്നെയാണ്. നിങ്ങൾക്കും അപ്രകാരം സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ചിലരുടെ അടുത്ത് ചിലപ്പോ വിശേഷമൊന്നുമില്ല. ഞാൻ രാവിലെ പുറപ്പെട്ടു, ഇവിടം വരെ, ഇവിടെ ഞാൻ 8:15 വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം സാറിന് എന്നെ മനസ്സിലായല്ലോ ഇല്ലേ എന്നായിരിക്കും. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഞാനിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പോവാൻ. കഴിഞ്ഞ പ്രാവശ്യം 2-3 സ്ത്രീകള് അവർ ചോദിച്ചു, സാറിന് എന്നെ മനസ്സിലായല്ലോ ഇല്ലേ എന്ന്. സോമൻ ചേട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലായില്ല പറഞ്ഞു. അപ്പൊ സോമൻ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയരുത്, മനസ്സിലായി എന്ന് പറയണമെന്ന് പറഞ്ഞു. അത്
എൻ്റെ മനസാക്ഷിക്കെതിരെ പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നത്, വേറൊന്നുകൊണ്ടുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടാത്തവരുണ്ടെങ്കിൽ കൈ ഉയർത്താം. ഏത് സംശയം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിലും ഇടയ്ക്ക് ചോദിക്കാം. നമ്മൾ കിട്ടുന്ന സമയം അനുസരിച്ച് അതിന് മറുപടി പറയുന്നുണ്ടായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം അറിയാമെങ്കിൽ അപ്പൊ തന്നെ, അല്ലെങ്കിൽ പിന്നീട് അത് മുഴുവനും ചോദ്യങ്ങൾ വായിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് കണ്ടവർക്കറിയാം, ഇന്നലെ 3 മണിക്കൂർ, മിനിഞ്ഞാന്ന് 2 മണിക്കൂർ, അതിന്റെ മുമ്പിലത്തെ ദിവസം 1 മണിക്കൂർ നമ്മൾ തൃശ്ശൂര് നടത്തിയ ഒരു പരിപാടിയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ആ ചോദ്യങ്ങൾ വായിച്ചിട്ടുള്ള മറുപടിയാണ് ഈ 3 ദിവസം 8 മണിക്കൂറായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർ ഈ 3 ദിവസം അത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ മൈക്കിലൂടെ ഉത്തരം പറയാൻ മാത്രമല്ല, ആ ചോദ്യം മുഴുവനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ലോകമെമ്പാടുമുള്ള ഭാരതീയരുമല്ലാത്തവരും അത് വളരെ ശ്രദ്ധയോടുകൂടി അതിന്റെ ഉത്തരം അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടാവും. ചോദ്യം എഴുതുമ്പോൾ ചോദ്യം മാത്രം എഴുതുക, നീട്ടി വലിച്ച് എഴുതാതെ. നമ്മൾ പുസ്തകത്തിലൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. 7 മണിക്കൂർ കയ്യിൽ പുസ്തകമില്ലാതെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഇത് വായിച്ചാൽ ഇവിടെ പറഞ്ഞത് ഓർമ്മയിൽ വരാൻ വേണ്ടി തന്നെയാണ് പുസ്തകത്തിലൂടെ പോകുന്നത്. അപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം കിട്ടാത്തവരുണ്ടെങ്കിൽ കൈ ഉയർത്തുക. പേനയും തന്നിട്ടുണ്ട്, പാടും തന്നിട്ടുണ്ട്. എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയെടുക്കാം. വളരെ സ്ലോ ആയിട്ടായിരിക്കും പറയുക. ഏതെങ്കിലും വരി മനസ്സിലാവുന്നില്ലെങ്കിൽ കൈ ഉയർത്താം. നിങ്ങൾ കൈ ഉയർത്തിയത് കൊണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമോ എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് പുസ്തകത്തിലൂടെ നോക്കാം. കലിയുഗം ആരംഭിച്ചപ്പോൾ, കലിയുഗം എന്നാ ആരംഭിച്ചറിയോ? BC 3102. ഇവിടെ നിന്ന് പുറകോട്ട് എടുത്തു കഴിഞ്ഞാല് ശരിക്കും പണ്ട് BC-യും AD-യും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കലിയുഗം തുടങ്ങിയിട്ട് 5116 വർഷമാണ്. ജയനാമ സംവത്സരം എന്നാണ് ഈ വർഷത്തിന്റെ പേര്. ജയനാമ സംവത്സരം. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55. കലിയുഗം ആരംഭിച്ചപ്പോൾ പാണ്ഡവർ രാജ്യഭാരം അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിനെ ഏൽപ്പിച്ച് മഹാപ്രാസ്ഥാനിക യാത്രയ്ക്ക് ഒരുങ്ങി ബദ്രീനാഥിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് മഹാഭാരതം വിവരിക്കുന്നു. ബദ്രീനാഥിൽ നിന്ന് 6 കിലോമീറ്റർ കൂടി ചൈനയുടെ ഡയറക്ഷനിലേക്ക് പോയാൽ അവിടെയാണ് പാണ്ഡവര് അവസാനത്തെ യാത്ര. ബദ്രീനാഥിൽ നിന്ന് നടന്നു പോകാവുന്നതേ ഉള്ളൂ, കയറ്റമായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ വിജയിച്ച പാണ്ഡവർ 38 വർഷമാണ് രാഷ്ട്രഭാരം നടത്തിയതെന്നും കാണുന്നു. ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ കലിയുഗം ആരംഭിച്ചതും 38 വർഷം പാണ്ഡവർ ഭരിച്ചു, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ മഹാഭാരത യുദ്ധം നടന്നത് കൂട്ടിയെടുക്കാൻ സാധിക്കും. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി 17 അർദ്ധരാത്രി. അതിൽ നിന്ന് 38 വർഷം പുറകോട്ടെടുത്താൽ BC 3140 ഭഗവത്ഗീത രചിച്ചത്. ഇപ്പോ 51.5 നൂറ്റാണ്ടുകളായി ഭഗവത്ഗീതയുടെ ജന്മം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഭഗവത്ഗീത എത്ര വർഷമായി നിങ്ങളോട് ചോദിച്ചാൽ 51.5 നൂറ്റാണ്ട്. 5155 വർഷം. 5155 വർഷമായി. കൃത്യമായിട്ട് ആ നമ്പർ പറയണ്ട, 51.5 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതനുസരിച്ച് മഹാഭാരത യുദ്ധത്തിൽ ഉപദേശിച്ച ഭഗവത്ഗീതയ്ക്ക് 51.5 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. ലോകത്തില് വേദം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനാദി എന്ന് പറയാ. എന്നാ അത് ആരംഭിച്ചതെന്ന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഭഗവത്ഗീതയുടെ മഹത്വം, അതിനകത്ത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇത് മൂന്നും നിറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അറിവ്. ജ്ഞാനയോഗം നമ്മുടെ തലച്ചോറിന്, ഭക്തിയോഗം ഇച്ഛാശക്തി ഉണ്ടാക്കാൻ, അതുപോലെ കർമ്മയോഗം ശരീരാവയവങ്ങൾക്ക്. ഒന്നുകൂടി പറയാം, മനസ്സിന് ഇച്ഛാശക്തിയും
തലച്ചോറില് ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളില് ക്രിയാശക്തിയും. മനസ്സിന് ഇച്ഛാശക്തി ലക്ഷ്മി ദേവി, തലച്ചോറില് ജ്ഞാനശക്തി സരസ്വതി ദേവി, ശരീരാവയവങ്ങളില് ക്രിയാശക്തി പാർവതി ദേവി. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. അത് നിറഞ്ഞും നിൽക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ആ ഗീതാ സന്ദേശങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായി പരിശ്രമിക്കേണ്ടതാണ്. ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ഈ ഗ്രന്ഥത്തിൽ സമഞ്ജസമായി വിവരിക്കുന്നു. മാത്രല്ല, എന്നും ഓർമ്മിക്കാനുള്ളത്, ജ്ഞാനയോഗമാണ് ശ്രീകൃഷ്ണൻ ആദ്യം വിവരിക്കുന്നത്. 2 കർമ്മയോഗം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തില് ജ്ഞാനയോഗം വിവരിക്കുന്നു. 3-ാമത്തെ അധ്യായത്തില് കർമ്മയോഗം വിവരിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിലാണ് ഭക്തിയോഗം വരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ളത്, സനാതനധർമ്മം, ഭാരതീയ പൈതൃകം ഭക്തിയേക്കാൾ ഉപരി പ്രാധാന്യം നൽകുന്നത് ജ്ഞാനത്തിനും കർമ്മത്തിനും. ജ്ഞാനത്തിനും കർമ്മത്തിനുമാണ് ഭക്തിയേക്കാൾ ഉപരി. ഭക്തി ആവശ്യമാണ്. ഭക്തി ഒട്ടും വേണ്ട, കുറവ് മതി എന്നർത്ഥത്തിലല്ല. ഭക്തി സിമന്റ് പോലെയും ജ്ഞാനവും കർമ്മവും നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റും ഇഷ്ടികയും പോലെ. ഇപ്പൊ കോൺക്രീറ്റും ഇഷ്ടികയും പോലെ നമ്മുടെ ജ്ഞാനവും കർമ്മവും ഒരു കെട്ടിടത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ജീവിതത്തെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ജ്ഞാനവും കർമ്മവും ഉപയോഗിക്കുന്നു. ഭക്തി സിമന്റ് പോലെ കെട്ടിടത്തിന് ഭംഗി, ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഭംഗിയും അനവധി കാലം നിലനിൽക്കാനും അതുപോലെ തന്നെ നല്ല ഉറപ്പിനും വേണ്ടി ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്. അതിന് ഭക്തി. നമുക്ക് ഉയരാൻ ജ്ഞാനവും കർമ്മവും. നിത്യജീവിതത്തിലും അത് തന്നെയാണ്. ഗീതയിലെ ആദ്യത്തെ വരി തന്നെ ഒന്ന് ക്രമീകരിച്ച് എഴുതിയാൽ ഗീതയുടെ സന്ദേശമായി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അതിനെ ഒന്ന് തിരുത്തി എഴുതിയാൽ ക്ഷേത്രേ, തിരുത്തി നിച്ചാല് തിരിച്ചെഴുതിയാൽ ക്ഷേത്രേ ക്ഷേത്രേ കുരു ധർമ്മം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞാല് 2-ാമത്തെയും 4-ാമത്തെയും വാക്ക് ഇടത്തോട്ടെടുക്കുക. 3, 1, 2, 4, 3, 1 എഴുതിയാൽ ക്ഷേത്രേ ക്ഷേത്രേ കുരു ധർമ്മം. ഈ ലോകത്തില് എല്ലാ 20 സെക്കൻഡിലും ഒരു പുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ലോകത്തില് എല്ലാ 20 സെക്കൻഡിലും ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ഒരു പുസ്തകത്തിലും ആദ്യത്തെ ഒരു വരിയിൽ തന്നെ ആ പുസ്തകത്തിന്റെ സംക്ഷിപ്തം കൊടുത്തതായിട്ടൊരു പുസ്തകമില്ല, ഭഗവത്ഗീത മാത്രം. അർത്ഥം മനസ്സിലായോ? ഫസ്റ്റ് ലൈനിൽ തന്നെ 700 ശ്ലോകങ്ങളുടെയും സന്ദേശം. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ. ചില പുസ്തകത്തിൽ 701 ശ്ലോകങ്ങളുണ്ട്. ചില പുസ്തകത്തിൽ 701 ശ്ലോകങ്ങൾ വരാൻ കാരണം 13-ാം അധ്യായത്തിൽ അർജുനനൊരു ചോദ്യം ചോദിക്കുന്നത് ചില പുസ്തകത്തിലില്ല, ചില പുസ്തകത്തിലുണ്ട്. അത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണ്ട. അപ്പോ 700 ശ്ലോകത്തിന്റെയും സന്ദേശം ക്ഷേത്രേ ക്ഷേത്രേ കുരു ധർമ്മം. അവനവന്റെ കർമ്മമണ്ഡലത്തില് അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക. അമ്മ അമ്മയുടെ ധർമ്മം, അച്ഛൻ അച്ഛന്റെ ധർമ്മം, മന്ത്രി മന്ത്രിയുടെ ധർമ്മം, പൗരൻ പൗരന്റെ ധർമ്മം, ആചാര്യൻ ആചാര്യന്റെ ധർമ്മം അനുഷ്ഠിക്കുക. അപ്പോ ഞാനും നിങ്ങളും നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചാൽ ഈ ലോകം എന്നും നന്മ നിറഞ്ഞതാകും. അവനവന്റെ കർമ്മമണ്ഡലത്തിൽ അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക. അധർമ്മത്തെ ഇല്ലാതെയാക്കാനും മനസ്സിന്റെയും ശരീരത്തിന്റെയും കുലത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പ്രകൃതിയുടെ ഘടകങ്ങളുടെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയെയും ലക്ഷ്യമിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തികൾ. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ ആൻഡ് ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്സ്. സപ്തസ്വരം: മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, അതുപോലെ തന്നെ സർവചരാചരങ്ങളും 7 ഈ വൃക്ഷലതാദികളും ജന്തുജാലങ്ങളും എല്ലാത്തിനും സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്ന
ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാവണം നമ്മുടെ ജീവിതം. 7 മറക്കരുത്. ഈ ഭാരതത്തിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് ഈ 7 വേണ്ടിയാ. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങളും. നമ്മുടെ പ്രവൃത്തികൾ അധർമ്മനാശനത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തിയും ലക്ഷ്യമിടേണ്ടത്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ഞാൻ പറയുന്നത് ഏതെങ്കിലും മനസ്സിലാവുന്നില്ല, ആവർത്തിക്കണമെങ്കിൽ കൈ ഉയർത്തിക്കോളൂ, ആവർത്തിക്കാം. ധർമ്മം എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ മറ്റൊരു വരിയിലൂടെ പറഞ്ഞത്. എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ സംസ്കാരത്തിന്, എന്റെ സമൂഹത്തിന്, എന്റെ രാഷ്ട്രത്തിന് ഞാനുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെട്ടതിന് ശാശ്വതമായ നന്മ വരുത്തുന്നതിനെ ധർമ്മം എന്ന് പറയുന്നു. അതിന് തിന്മ വരുത്തുന്നത് അധർമ്മം. നന്മ വരുത്തുന്നത് ധർമ്മവും, തിന്മ ഏതിന് നന്മ വരുത്തുന്നത്? ഈ 7 വാക്കുകൾ പറയണം. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾക്ക് താൽക്കാലിക നന്മയല്ല, സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതിനാണ് ധർമ്മം എന്ന് പറയുക, നന്മ എന്ന് പറയുക. ഭഗവത്ഗീത സന്ദേശം ലോകത്തിലെ പണ്ഡിതർക്കും ചിന്തകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ആവേശവും മാർഗനിർദ്ദേശവുമായിരുന്നു. പണ്ഡിതർക്കും ചിന്തകർക്കും എല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ മാർഗദർശകവുമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് ഗീത പ്രചോദനം നൽകിയെന്ന് മാത്രമല്ല, ജീവിതാന്ത്യത്തിലെ ഒരു ദശാബ്ദക്കാലം ഐൻസ്റ്റീൻ ഗീതാ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടൊരു ജീവിതമാണ് നയിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു മതം, കോസ്മിക് റിലീജിയൻ. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്നൊക്കെ പറയും, ബുദ്ധമതം എന്ന് പറയുന്ന പോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ച ഒരു മതമാണ് കോസ്മിക് റിലീജിയൻ. 1932 അത് സ്ഥാപിച്ചത്. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ച ആ മതത്തിന്റെ മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ച കോസ്മിക് റിലീജിയന്റെ മതഗ്രന്ഥം ഭഗവത്ഗീത. മാത്രമല്ല, ആ മതത്തിന്റെ ഈശ്വര സങ്കല്പം ഭഗവത്ഗീതയിലെ 11 അധ്യായത്തിലെ വിശ്വരൂപമാണ്. ഭഗവത്ഗീതയിലെ 11 അധ്യായത്തിലെ വിശ്വരൂപം. അപ്പൊ ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥം, ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും ചേർന്ന് നൽകിയിട്ടുള്ളത് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത അത്രയും മഹത്വമേറിയ ഭഗവത്ഗീത. It is not surprising that Albert Einstein carried with him the Bhagavad Gita for the last 10 years of his life. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞതാണ്, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷക്കാലം ഭഗവത്ഗീതയും കൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത് എന്ന് അത്ഭുതത്തിന് വക നൽകുന്ന ഒന്നല്ല. എന്നുവെച്ചാല് മറ്റൊരിടത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോതെസിസ് ആൻഡ് തിയറം. എനിക്ക് എന്റെ ഗവേഷണങ്ങൾക്ക് ആവേശം ലഭിച്ചത് ഭഗവത്ഗീതയിൽ നിന്നാണ്. അപ്പോ അതും കൊണ്ടാണ് അദ്ദേഹം നടന്നത് എന്ന് പറയുമ്പോ, ഒരു ചിന്തകനും പണ്ഡിതനും ബുദ്ധിജീവിയും എല്ലാമായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന് ആവേശം നൽകിയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആദ്യത്തെ ആറ്റം ബോംബ് മൻഹാട്ടൻ പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത റോബർട്ട് ഓപ്പൺഹീമർ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും ദൃശ്യവും കേട്ടും കണ്ടും ഗീതയിലെ വിശ്വരൂപത്തിന്റെ വരികളാണ് ഉദ്ധരിച്ചത്. ഞാൻ ഇങ്ങോട്ട് രാവിലെ കയറി വന്നപ്പോ സോമൻ ചേട്ടൻ പഠിപ്പിച്ചത് അതാണ്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്തിത യതിവാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ അങ്ങയെ ഞാൻ കാണുന്നു കൃഷ്ണ എന്ന അർജുനൻ ദിവ്യദൃഷ്ടി കൊണ്ട് പറഞ്ഞതുപോലെ, ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുത്തതുപോലെ ആ ദൃശ്യം, ആ വിശ്വരൂപം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട അർജുനനെ പോലെയാണ് ആറ്റം ബോംബ് പൊട്ടിയ ശബ്ദവും പ്രകാശവും കണ്ട്
ഈ മൻഹാട്ടൻ എക്സ്പെരിമെന്റിലെ റോബർട്ട് ഓപ്പൺഹീമർ ഞെട്ടിത്തെറിച്ചു പോയത്. ഓർമ്മിക്കുക, റോബർട്ട് ഓപ്പൺഹീമർ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാത്യുവിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 33, 34, 35 വരികൾ വേണമെങ്കിൽ ഉദ്ധരിക്കാമായിരുന്നു. ഉദ്ധരിച്ചില്ല. ഉദ്ധരിച്ചത് ഭഗവത്ഗീതയാണ് എന്നുകൂടി നോക്കാം. ആധുനിക ഫിസിക്സ് ഗ്രന്ഥങ്ങളിലും ഗീതയുടെ വരികൾ ഇന്ന് പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്നു. നാസായിലെ ശാസ്ത്രജ്ഞന്മാര് ഡോക്ടർ പ്രൊഫസർ എറിക് ഡീൻ, പ്രൊഫസർ ആർ.ഇ. വുൾഫ്, പ്രൊഫസർ അമിത് ഗോസ്വാമി തുടങ്ങിയവർ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇവിടെ കിട്ടുന്നു തോന്നണില്ല. അത് അമേരിക്കയിൽ നിന്ന് എനിക്കൊരാൾ അയച്ചു തന്നതാ. സെൽഫ് അവെയർ യൂണിവേഴ്സ്. ഇത് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ല. ഈ വരി, അതായത് ഏറ്റവും പ്രശസ്തമായ ഒരു ഗവേഷണ കേന്ദ്രമാണ് നാസ, അമേരിക്ക റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം. അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ എഴുതിയ ഫിസിക്സ് പുസ്തകത്തില് ഭഗവത്ഗീതയുടെ വരി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഭഗവത്ഗീത എവിടെയാ നിൽക്കുന്നത്? ഭക്തി പുരസ്സരം മാത്രം പഠിക്കേണ്ട ഗ്രന്ഥമല്ല. ലോകത്തിലെ അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മാർഗദർശകമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നറിയാൻ നമുക്ക് സാധിക്കണം. ആത്മീയത മുതൽ ജീവിതത്തിലെ സമഗ്രമായ എല്ലാ മണ്ഡലങ്ങളിലും നിരന്തരം സ്വാധീനിക്കാവുന്നതും പ്രയോഗിക്കാവുന്നതുമായ സന്ദേശങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ഇത്രയും കാര്യം ഞാൻ ഈ പുസ്തകം ഒന്നും നോക്കാതെ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ അത് റിക്കളക്ട് ചെയ്യാൻ പറ്റുക? ഈ ഉച്ചക്കലത്തെ ഊണും കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം അകത്തേക്ക് പോവില്ലേ? അതുകൊണ്ടാണ് ഇത് നോക്കി വായിക്കാൻ കാരണം. ഇനി നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നിത് വായിക്കുമ്പോ, ഇന്ന് വൈകുന്നേരം വായിക്കുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചെവിയില് എക്കോ കേട്ടു. എന്നാലും ഒരാളിപ്പോ കോട്ടുവായ വിട്ടു. ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി നിത്യജീവിതത്തിൽ പ്രയോഗിക്കാവുന്നതാണ് ഗീതയിലെ എല്ലാ സന്ദേശങ്ങളും. ആ വരി പ്രത്യേകം ഓർമ്മിക്കുക. ഇത് ജാതിക്കോ മതത്തിനോ ഇസത്തിനോ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കോ അതീതമാണ്. ഗോർബച്ചേവർ ഭഗവത്ഗീത കോട്ട് ചെയ്തിട്ടാ ഇപ്പോ പ്രസംഗിക്കാറുള്ളത്. USSRലെ EK നായനാര് ഭഗവത്ഗീതയാണ് പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത്. KR ഗൗരി അമ്മ 94 വയസ്സായിട്ട് 30 കൊല്ലായി. അമ്മച്ചി ഇപ്പോഴും എല്ലാവരോടും പറയുന്നത് ഭഗവത്ഗീതയും ഭാഗവതവും നിങ്ങൾ പഠിക്കണം. അത് ആരോടാ പറഞ്ഞത്? ആലപ്പുഴ ജില്ലയിലെ DYFI പ്രവർത്തകരോട്. അവരുടെ മീറ്റിംഗിൽ ചെന്നിട്ടാ പറഞ്ഞത്. അപ്പൊ ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ ഭാഷയോ അതൊന്നും ഈ ഭഗവത്ഗീതയില് ആധാരമാകുന്നില്ല. മാനവരാശിക്ക് വേണ്ടിയുള്ളതാണ്. അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള സ്വാതന്ത്ര്യവും ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഭഗവത്ഗീത പറഞ്ഞതിന് ശേഷം, ഉപദേശിച്ചതിന് ശേഷം അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ തേ ജ്ഞാനം മയാ ആഖ്യാതം. നിനക്കായിക്കൊണ്ട് ഞാൻ ആത്തിഗഹനം ഗുഹ്യാത് ഗുഹ്യതരം, ഡീപ്പർ ദാൻ ദി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വിവരം ഞാൻ നിനക്ക് തന്നു. ഇനി നീ എന്താ ചെയ്യേണ്ടത്? ഏതത്, ഈ പറഞ്ഞതെല്ലാം അശേഷേണ വിമൃശ്യ, കംപ്ലീറ്റ്ലി ആൻഡ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് യഥാ ത്വമിച്ഛസി തഥാ കുരു, നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. അതാണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. നിനക്കിതനുസരിച്ച് പ്രവർത്തിക്കണ്ടയോ? വേണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാൻ താല്പര്യവും ഇല്ല, കുഴപ്പമൊന്നുമില്ല. യു ഫോളോ ദാറ്റ് വൺ. അപ്പോ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒബാമയ്ക്ക് കത്തൊന്നും കൊടുക്കാൻ പോണില്ല. നീ ഇഷ്ടം മാതിരി ചെയ്യാം. അപ്പൊ നിനക്ക് സൗകര്യം മാതിരിച്ച ഈ സ്വാതന്ത്ര്യമാണ് ഹിന്ദു ധർമ്മം ഇന്നും നിലനിൽക്കാൻ കാരണം. ആത്മീയ ദൃഷ്ടിയിലൂടെയോ ഭൗതിക ദൃഷ്ടിയിലൂടെയോ ശാസ്ത്രീയ ദൃഷ്ടികോണിലൂടെയോ ഗീതാ സന്ദേശം വിലയിരുത്താനാകുമെന്നുള്ളത് തന്നെയാണ് ഗീതയുടെ മഹത്വവും. അർത്ഥം മനസ്സിലായല്ലോ? ഒരു പൂവ് പൂക്കച്ചവടക്കാരൻ വിവരിക്കുന്ന മാതിരി ആവണമെന്നില്ല. ഒരു പൂവ് ബോട്ടണി പ്രൊഫസർ വിവരിക്കുന്നത്, ഒരു പൂവ് ഒരു കവി വിവരിക്കുന്ന മാതിരി ആവണമെന്നില്ല. ഒരു പൂവ് ഒരു 17 വയസ്സായിട്ടുള്ള പെൺകുട്ടി വിവരിക്കുന്നത് അതുപോലെ ആവണമെന്നില്ല ഒരു പൂവ് ഒരു പൂജാരി വിവരിക്കുന്നത്. അർത്ഥം മനസ്സിലായി? ഒരേ പൂവിനെ വ്യത്യസ്തമായ രീതിയിൽ
വിവരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും MBA ഉൾപ്പെടെയുള്ള ബിരുദത്തിന്റെ പഠന വിഷയങ്ങളിൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നായി തീർന്നിരിക്കുന്നു ഭഗവത്ഗീതയിലെ മാനേജ്മെന്റ് തത്വങ്ങൾ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും ഉയർന്ന MBA ഡിഗ്രി കൊടുക്കുന്നത് ഹാർവാർഡിലാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടത്തെ MBA വിദ്യാർത്ഥികൾക്ക് 20 പേപ്പർ പഠിക്കാനുള്ളതില്, 20 പരീക്ഷയുള്ളതില് ഒരു പേപ്പർ ഭഗവത്ഗീത കംപ്ലീറ്റ് ആണ്. 700 ശ്ലോകങ്ങളും അവർ പഠിക്കണം ഭഗവത്ഗീതയുടെ. അപ്പോ അവിടെ പഠിച്ചു വന്ന ഒരാള് ഡോക്ടർ YLN മൂർത്തി, അദ്ദേഹമാണ് എനിക്ക് MBAക്ക് ക്ലാസ് എടുത്തത്. ഞങ്ങൾ ഒരു 58 പേര് MBA എടുത്തപ്പോ ഞങ്ങൾക്ക് ഹാർവാർഡിൽ നിന്ന് MBA എടുത്ത് വന്നവരാണ് ക്ലാസ് എടുത്തത്. ഇപ്പൊ ഈ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വിവരിച്ചു കൊടുത്ത് സ്വർഗത്തിലേക്കോ മോക്ഷത്തിലേക്കോ പോവാൻ മാത്രമുള്ളതല്ല, അൾട്രാ മോഡേൺ മാനേജ്മെന്റിനുള്ളത് കൂടി അതിനകത്തുണ്ട് എന്ന് മനസ്സിലാവും. ഇനി ഭഗവത്ഗീതയെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയം, ഈ 700 ശ്ലോകങ്ങള് കുരുക്ഷേത്ര ഭൂമിയിലിരുന്ന് പറഞ്ഞു കൊടുക്കാൻ നേരമുണ്ടോ സാറേ എന്നൊരാൾ ചോദിച്ചാൽ എന്താ ഇതിന് ചിന്മയാനന്ദൻ ഉത്തരം പറഞ്ഞറിയോ? ഒരു വാക്കുകൊണ്ടോ വരി കൊണ്ടോ ശ്ലോകം കൊണ്ടോ ഏതാനും ശ്ലോകങ്ങൾ കൊണ്ടോ പൂർണ്ണമായി തന്നെയോ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശ്ലോകം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വരി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാഗികമായിട്ടായിരിക്കും, ചിലപ്പോൾ മുഴുവനും പറഞ്ഞിട്ടും ഉണ്ടാവാം, നമുക്ക് അറിഞ്ഞൂടാ. ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത സന്ദേശം സഞ്ജയൻ ദൂരെ മാറി നിന്ന് കണ്ടും കേട്ടും അത് ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുത്തത് വേദവ്യാസൻ മഹാഭാരതത്തിൽ ചേർത്തപ്പോൾ 700 ശ്ലോകങ്ങളായി എന്നൊരു വിവരണം സ്വാമി ചിന്മയാനന്ദൻ നൽകിയിട്ടുണ്ട്. ഭഗവത്ഗീത ആരംഭിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഭഗവത്ഗീത ആരംഭിക്കുന്നത് പാസ്റ്റ് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചറിലോ അല്ല. മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത, എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്നല്ല, എന്ത് ചെയ്തു. ഇപ്പൊ യുദ്ധം തുടങ്ങി 7ാമത്തെ ദിവസമാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് ഇത് വിവരിച്ചു കൊടുക്കുന്നത്. യുദ്ധം തുടങ്ങി 7ാമത്തെ ദിവസം. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്, എന്തൊക്കെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്.